ഹായ്, എല്ലാവരും സ്കൂളൊക്കെ തുറക്കാനായില്ലേ? എന്നാൽ നമുക്ക് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു A4 ഷീറ്റ് എടുത്ത് അതിനെ ഹാഫായി മടക്കാം. അതിന് വീണ്ടും ഹാഫാക്കാം. എന്നിട്ട് ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ആകുന്നത് വരെ ഹാഫാക്കി എടുത്തിട്ട് തുറക്കാം. അന്നേരം ഇതിൻ്റെ മേലെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു കല വരും. അത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം നെയിം സ്ലിപ്പിൻ്റെ സൈസിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലൗഡിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പ് വേണമെങ്കിൽ അതിലും കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും എളുപ്പം ഇതായതുകൊണ്ട് ഞാനിത് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള അത്ര കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഫോട്ടോ വേണ്ട. ഇങ്ങനെ നെയിം സ്ലിപ്പിൻ്റെ സൈഡിലുണ്ടാകുന്ന ഫോട്ടോസ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടിക്കൽ സ്വന്തമായിട്ടും വരയ്ക്കാം കഴിവുള്ളവർക്ക്. എനിക്കിപ്പോൾ അത്ര കഴിവില്ലാത്തതുകൊണ്ട് പിൻട്രസ്റ്റ് ഒക്കെ ട്രേസ് എടുക്കാമെന്ന് വിചാരിച്ച് പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നടിച്ചാൽ കിട്ടും. ഞാനായി ഒരു ഡക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ഡക്ക് തീമിൽ നെയിം സ്ലിപ്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫോട്ടോ ഞങ്ങൾ ഡൗൺലോഡ് ഇമേജ് ചെയ്തിട്ട് 2 വിരലവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ 4 നെയിം സ്ലിപ്പ് ആക്കുന്നത്. അപ്പോൾ 4 ഫോട്ടോസ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രോബെറി തീമിലും ഡക്കിൻ്റെ തീമിലുമാണ് ചെയ്തത്. ഇനി ഇതിനെ നിങ്ങൾക്ക് പെയിൻറ് കൊണ്ടോ കളർ പെൻസിൽ കൊണ്ടോ ബ്രഷ് പെൻ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത് യൂസ് ആക്കിയിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എല്ലാ നെയിം സ്ലിപ്പിനും സൈഡിൽ ജസ്റ്റ് ഒന്ന് ബോർഡർ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള നെയിം, ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂൾ ഇതെല്ലാം എഴുതി കൊടുക്കാം.
അങ്ങനെ എല്ലാത്തിലും എഴുതി കൊടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡിയാകും. ഇനി ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡോ ഗ്ലൂവോ യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ബുക്കുമേൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു പെൻസിലിൻ്റെ ബാക്കിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹോൾഡറോ അങ്ങനെ എന്തെങ്കിലും ആക്കണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നല്ല രസമുണ്ടാവും കാണാൻ. പൈപ്പ് ക്ലീനർ എടുത്തിട്ട് പെൻസിലിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ. എന്നിട്ട് ഈ പോംബോംസ് ഇല്ലേ, അതിന് മാച്ചായിട്ടുള്ളൊരു കളർ പോംബോം യൂസ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലോണം ഒട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിക്കൽ ഹോട്ട് ഗ്ലൂവോ ഫെവി ബോണ്ടോ അങ്ങനെ എന്തും യൂസ് ആക്കാം. ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് യൂസ് ആക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗൂഗ്ലി ഗ്ലാസ് ഇല്ലേ, അതൊന്ന് സ്റ്റിക്കായി കൊടുക്കാം. നല്ല രസമുണ്ടാവും ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. സിമ്പിളാണ് ആൻഡ് ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പെൻസിലിൻ്റെ മുകളിലിട്ടാൽ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ? ഓക്കെ, അതടക്കേന്. ഇനി നെക്സ്റ്റ് പെൻസിലിൻ്റെ ബാക്കിൽ തന്നെ ഇടാൻ പറ്റിയപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു എന്ന് വെച്ചാൽ ഇത്ര ക്യൂട്ട് വേണ്ട, അപ്പോൾ ഒരു നോർമലായിട്ടുള്ള എന്തെങ്കിലും വേണ്ടിക്കൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എയർ ഡ്രൈ ക്ലേയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ആക്കാം. ഞാൻ ഇടുന്നൊരു പർപ്പിൾ കളർ ചൂസ് ആക്കാണ്. ഇതിലൊന്ന് കുറച്ച് ക്ലേ അടിച്ചതിന് ശേഷം എന്താ പറയുക, ജസ്റ്റ് ഒന്ന് റോളാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പെൻസിലിൻ്റെ ആ ഒരു റബ്ബറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് എന്താ പറയുക ഷേപ്പായി കൊടുക്കുക. നിങ്ങൾക്ക് സർക്കിൾ വേണ്ടിക്ക് സർക്കിളായി കൊടുക്കാം. ഞാനിപ്പോൾ സ്ക്വയറാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് മൊഞ്ചക്കാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗൂഗ്ലി ഐസ് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഹോൾസില്ല കറക്റ്റായി കൊടുക്കണം കേട്ടോ. കാരണം ഈ പെൻസിൽ നമ്മൾ പെൻസിലിൻ്റെ ബാക്കിലാണ് ഇത് വെക്കുക. അപ്പോൾ ഒരു സെയിം ഹോൾ കിട്ടണ്ടേ, അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കുക, ഹോളും നല്ല നീട്ടിൽ. ഇനി ഞാൻ പറഞ്ഞ ഗൂഗ്ലി ഐസ് എടുക്കുക. നിങ്ങൾക്ക് ഏത് സൈസിൽ ഗൂഗ്ലി ഐസ് ആണോ ആവശ്യം ആ സൈസിൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ക്ലേന് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഇൻസേർട്ടായി കൊടുക്കുക. എന്താ പറയുക, കണ്ണിൻ്റെ തള്ളിക്കുന്ന ഭാഗം മാത്രം പുറത്താക്കിയിട്ട് ബാക്കിയെല്ലാം ഉള്ളിലോട്ടാക്കി കൊടുക്കുക. എന്നാലും അതും കുറച്ചും കൂടി രസം ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കിട്ടിയ ഓരോ ഈ നൈഫും മോൾഡിന് സെറ്റാക്കാൻ വേണ്ടി കിട്ടിയ സാധനം ഉപയോഗിച്ചിട്ട് ഒന്ന് ഇൻസേർട്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധനം ഇപ്പം പകുതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ, കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആവില്ലേ, അങ്ങനെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ സാധനം സെറ്റാവും. അങ്ങനെ ഈ റബ്ബറിൻ്റെ അകത്ത് അതവിടെ വെച്ചാൽ നമ്മളെ എന്താ പറയുക നോർമൽ അത്ര ക്യൂട്ടല്ല അത്ര ഇതും അല്ലാത്ത ടൈപ്പ് കിട്ടും. ഇനി ഉണ്ടാക്കാൻ പോകുന്നതാണ് മേമോ പാഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക
ചെറിയ നോട്ട്ബുക്ക് ഉണ്ടാവില്ലേ, അതുമായിട്ട് യൂസ് ആക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു A4 ഷീറ്റ് ഹാഫായി മടക്കിയിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. കുറച്ചധികം തന്നെ കട്ട് ചെയ്തത്. ഇതൊരു നോട്ട് ടൈപ്പ് അല്ലേ, അപ്പോൾ കുറച്ചധികം പേപ്പേഴ്സ് വേണ്ടി വരും. പിന്നെ എല്ലാം ഒരേ ഷേപ്പ് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലിത് ഒപ്പരം വെച്ചാൽ എന്താ പറയുക, ആ ഒരു ഇത് കിട്ടും. എൻ്റെ എന്തോ പറ്റിയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഷേപ്പ് ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത ശേഷം ഇതിന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. വേണ്ടിക്ക് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചില പേപ്പറിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാത്തുമ്മിൽ നമ്മൾ വേണ്ടിക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ കളർ കൊടുക്കേണ്ട പറഞ്ഞില്ലേ. അതുപോലെ എല്ലാത്തും ചെയ്ത ശേഷം എന്താ പറയുക, ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വേണ്ടിക്കൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്താൽ നല്ല നീറ്റിൽ കിട്ടും. സംഭവം ഇവിടെ പൊതി റെഡിയായി. പിന്നെ മെമോ പാഡാണ് ആക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ മെമോ എന്ന് എഴുതിയിട്ട് 2-3 വര ഇട്ടാൽ സാധനം സെറ്റായി. ഇത് ഡ്രൈ ആയാൽ നമുക്ക് നോട്ടായിട്ടോ ടൈം ടേബിളായിട്ടോ എന്തുമായിട്ട് യൂസ് ആക്കാം കേട്ടോ.